ലെറ്റ് us ഹോപ്പ് ആൻഡ് പ്രേ നിങ്ങളുടെ പ്രഗ്നൻസി, ഡെലിവറി ആൻഡ് പോസ്റ്റ് നേറ്റൽ, ഡെലിവറി കഴിഞ്ഞുള്ള കാലഘട്ടം, ഫീഡിങ്ങിൻ്റെ സമയം, ഇതൊക്കെ ടെൻഷൻ്റെ സമയങ്ങളാണ്. ഡെലിവറി കഴിഞ്ഞു ആ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ റൗണ്ട്സിന് ചെല്ലുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. ഡോക്ടറെ പാല് വരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇതെന്താ ഈ പാല് വരിക എന്നുള്ളത് ടാപ്പ് തുറക്കണ പോലത്തെ പരിപാടിയാണ്? ബട്ട് അങ്ങനെ പാല് നിറയൊന്നുമില്ല, അതിന് 2-3 ദിവസമൊക്കെ എടുക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. പാലൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുള്ളൂ. സാധാരണ ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ആക്കി വിടുള്ളൂ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കൊച്ചു കരയുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിപ്പിളൊക്കെ ചിലർക്ക് ശരിക്കും ഫോം ചെയ്ത് വന്നിട്ടുണ്ടാവില്ല. കുഞ്ഞിന് പാല് കുടിക്കാനായിട്ട് പരിചയം ഉണ്ടാവില്ല. കൊച്ചിന് പാല് കുടിക്കാനൊന്നും അറിയില്ല. കൊച്ചു സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഡോക്ടറെ ചെവിയുമ്പോൾ തോണ്ടിയിട്ട് കൊച്ചെണീക്കണില്ല. ഈ കിളിയാക്കി നോക്കി, വലിയ കുട്ടികളെ കിളിയാക്കണ പോലെ. പിന്നെ കൊച്ച് നല്ല ഉറക്കം. കാലിൻ്റെ അടിയിൽ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ വായ പൊളിച്ച് കരഞ്ഞോളും. എന്നുണ്ടോ? കാലിൻ്റെ അടിയിൽ ഒന്ന് തട്ടി കൊടുക്കുക, അപ്പോൾ കൊച്ച് ശരിക്ക് വായ പൊളിച്ച് കരഞ്ഞോളും. അങ്ങനെ പാല് കൊടുക്കുക. 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുക. പാല് നിറഞ്ഞ് വരും. 3-ാമത്തെ 4-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് പാലാവുള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ചിലർക്കൊക്കെ ടെൻഷനാണ്, ഡോക്ടറെ വെള്ളം കുടിച്ചാൽ വയറ് ചാടുമോ, ബൈൻഡർ കെട്ടണോ, ബൈൻഡറല്ലേ എന്തോ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കെട്ടണോ. ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ വയറ് ചാടില്ല എന്നായിരുന്നെങ്കിൽ ആണുങ്ങൾക്കൊന്നും വയറ് ചാടിയാനില്ല. അപ്പോൾ ബെൽറ്റ് ഇടണേലൊന്നല്ല വയറ് ചാടാതിരിക്കുന്നത്. വയറ് ചാടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് മര്യാദയ്ക്ക് എക്സസൈസ് ചെയ്ത്, പോസ്റ്റ് നേറ്റൽ എക്സസൈസൊക്കെ ഉണ്ട്, എക്സസൈസൊക്കെ ചെയ്ത് വയറിൻ്റെ മസിലൊക്കെ ടൈറ്റാക്കി ടോണൊക്കെ റെഡിയാക്കി ഉഷാറാക്കി എടുക്കണം. അതിന് എക്സസൈസസ് ആണ് വേണ്ടത്. അല്ലാണ്ട് ബൈൻഡറും കൊണ്ടൊന്നും കെട്ടിയിട്ട് ബെൽറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ബൈൻഡർ വെച്ച് കെട്ടി വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് നിറയാനായിട്ട് കാരണം ഉണ്ടാക്കരുത്. അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളിലൂടെ നമുക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് വചനം ചൊല്ലിക്കൊണ്ടിരിക്കുക. ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാം. എൻ്റെ പേര് പ്രിൻസ്. എൻ്റെ ഭാര്യ ഇപ്പോൾ 2ാമത് ഗർഭിണിയാണ്. ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സും 2 മാസമാണ് പ്രായം. അപ്പോൾ 2ാമത് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും കുറ്റപ്പെടുത്തി. അതായത് പെട്ടെന്ന് അടുത്ത കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് മോശമാണെന്നൊരു അഭിപ്രായം വന്നു. അപ്പോൾ ഏറ്റവും ആരോഗ്യകരമായൊരു ഗ്യാപ്പ് എത്രയാണെന്ന് പറഞ്ഞുകൊള്ളൂ. ആരോഗ്യകരമായിട്ടുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൂത്ത കുഞ്ഞും 2ാമത്തെ കുഞ്ഞും തമ്മിലുള്ള ഗ്യാപ്പ് 1 വയസ്സും 4 മാസമാണ്. 2 കുഞ്ഞുങ്ങൾ നല്ല മിടുക്കരായിട്ട് വളർന്നു വരുന്നുണ്ട്. 2ാമത്തെ കുഞ്ഞും 3ാമത്തെ കുഞ്ഞും തമ്മിൽ ഏകദേശം 3 വയസ്സിൻ്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ ഒരെണ്ണം അലസിപ്പോയി. 3ാമത്തെ കുഞ്ഞും 4ാമത്തെ കുഞ്ഞും തമ്മിൽ 1.5 വയസ്സിൻ്റെ ഗ്യാപ്പുള്ളൂ. മൂത്ത കുഞ്ഞിന് 1 വയസ്സ് തികയുന്നതിന് മുൻപുള്ള ഡെലിവറീസ് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് അവർ പ്രസവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഗർഭിണിയാകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസും ടെൻഷൻസും ഉണ്ട്. അവർ ചോദിക്കാറുള്ള 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമോ, പുറത്തുള്ള കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമോ? ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളെല്ലാം പറയുന്നു 5 മാസം വരെ പാല് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. 6th മന്തിൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യണം. അകത്തുള്ള കുഞ്ഞിന് 6ാം മാസത്തിൽ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ചിലർ ചോദിക്കും, അതെന്തിനാ ഡോക്ടർ 6ാം മാസത്തിൽ സ്റ്റോപ്പ് ചെയ്യണം? ഡെലിവറി വരെ കൊടുത്തോണ്ട് എന്താ കുഴപ്പമുള്ളത്? ഡെലിവറി വരെ കൊടുത്താൽ കുഴപ്പത്തിലേ ഉള്ളൂ. കുഞ്ഞുമാവ് പുറത്ത് വന്ന് കഴിയുമ്പോഴും ആരും വിടില്ല, പുറത്തുള്ള ആൾ വിടില്ല. കുഞ്ഞുമാവേനെ തള്ളി മാറ്റി മൂത്ത ആൾ കയറിയിരുന്ന് പാല് കുടിക്കും. അതായത് 2ാമത്തെ ആളുടെ പാല് മൂത്ത ആൾ കട്ടുപിടിക്കണ സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 6ാം മാസത്തിൽ നിങ്ങൾ പാല് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുമാവ 2 ആഴ്ച കൊണ്ട്, അതായത് മൂത്ത ആൾ അതൊക്കെ മറന്നു പോയിക്കോളും. അപ്പോൾ അകത്തുള്ള കുഞ്ഞിന് കാൽഷ്യം വേണം, പുറത്തുള്ള കുഞ്ഞിന് കാൽഷ്യം വേണം, അമ്മയ്ക്ക് കാൽഷ്യം വേണം. കാൽഷ്യത്തിൻ്റെയാണ് ഇവിടെ കുറവ് വരണത്. അപ്പോൾ എന്ത് ചെയ്യണം? 6 ലിറ്റർ പാല് കുടിക്കണം, 2 കാൽഷ്യം ഗുളിക കഴിക്കണം. വേറൊരു കുഴപ്പമില്ല. സുഖമായിട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോയിക്കോളും.